നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളെല്ലാം ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. രാവിലെ ആയാലും പകലായാലും അർദ്ധരാത്രിയിലുമൊക്കെ ആയാലും നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള ആ ഏറ്റുമുട്ടൽ ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത്. എന്തായാലും പാകിസ്ഥാൻ്റെ നീക്കങ്ങളെയെല്ലാം കൃത്യമായി ചെറുക്കാൻ നമ്മുടെ ഭാരത സൈന്യത്തിന് കഴിയുന്നു. അത്ര കരുത്തുറ്റ സൈനിക സംവിധാനം തന്നെയാണ് നമുക്കുള്ളത് എന്ന് ഓരോ ഘട്ടത്തിലും നമ്മുടെ സൈനികർ തെളിയിക്കുന്നു. അത് വ്യോമരംഗത്ത് മാത്രമല്ല, കൃത്യമായി നാവിക രംഗത്തും അതേപോലെ തന്നെ കരസേനയുടെ രംഗത്തുമൊക്കെ തന്നെ കൃത്യമായി പാകിസ്ഥാൻ്റെ നീക്കങ്ങളെ ചെറുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നന്ദഗോപൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വർഗീയത കലർത്തിക്കൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായതുകൊണ്ട് മാത്രം പാകിസ്ഥാനോട് ആക്രമണം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു. അതുമാത്രമല്ല, ഭാരതത്തിലും അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒരു ചിത്രം നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാകും. കൃത്യമായി മതം ചോദിച്ച് ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവരെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം, അതേ തന്ത്രം തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാനും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഡ്രോണുകൾ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കന്യാസ്ത്രീ മഠങ്ങൾ പോലും തകർക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ ആക്രമണങ്ങളും. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഷെല്ലാക്രമണത്തിൽ സ്കൂൾ കുട്ടികളായ 2 പേർ ജമ്മു കാശ്മീരിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ യുദ്ധം എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുന്ന ഇടതുപക്ഷത്ത് ഉള്ള ആളുകൾ കൂടി ഇത് കാണണം. നമ്മുടെ 26 പേരെ വെടിവെച്ചു കൊന്നപ്പോൾ അവർക്ക് നൊന്തില്ല. ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിൽ പാവപ്പെട്ട 2 സ്കൂൾ കുട്ടികൾ മരിച്ചപ്പോൾ അവർക്ക് നൊന്തില്ല. നമ്മൾ കൃത്യമായി പാകിസ്ഥാൻ്റെ ഷെല്ലുകളെ ചെറുക്കുമ്പോൾ, പാകിസ്ഥാനെ നമ്മൾ കൃത്യമായി അടിക്ക് തിരിച്ചടി നൽകുമ്പോൾ മാത്രമാണ് അവർക്ക് നൊമ്പരങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും നന്ദഗോപൻ, നമുക്കറിയാം ഭാരതത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. അവിടെയൊക്കെ തന്നെ എല്ലാ പാർട്ടികളും, പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ തന്നെ ഭാരതത്തിൻ്റെ നീക്കത്തിന് ശക്തമായ പിന്തുണയാണ് നൽകിയത്. പക്ഷേ അതിൽ അല്പമെങ്കിലും വേറിട്ട് സംസാരിച്ചത് എന്ന് തോന്നുന്നു. ജോൺ ബ്രിട്ടാസിൻ്റെ അടക്കമുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. യുദ്ധത്തിലേക്ക് പോകരുത്, യുദ്ധം നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി മാറുന്ന സാഹചര്യം. എന്തിനു വേണ്ടി ഇത്തരത്തിൽ അവർ കണ്ണീർ പൊഴിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് സംശയം ഉളവാക്കുന്ന കാര്യമാണ്. ചൈനയുടെ സ്നേഹം, ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നതിനെ പറ്റി അവർക്ക് മിണ്ടാനില്ല. ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഭാരതത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയല്ലേ ഉയരുന്നത് നന്ദഗോപൻ? പാകിസ്ഥാനുമായി ആയുധമെടുത്തപ്പോൾ ഒക്കെ തന്നെ അത് 71-ലും അതേപോലെ തന്നെ 99 കാർഗിൽ യുദ്ധത്തിലാണേലും അടക്കം എല്ലായ്പ്പോഴും ഇത്തരം ശബ്ദങ്ങൾ, എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഇരവാദം ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇടതുപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഈയൊരു അവസ്ഥയിലും അത്തരം ആക്ഷേപങ്ങൾ ഉയർത്തുവാൻ വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ PDP അടക്കമുള്ള മറ്റ് സംഘടനകളും തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതിനോടകം തന്നെ സംസ്ഥാന ദേശീയ സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ, MA ബേബി അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം PDPയുടെ അധ്യക്ഷ മെഹബൂബ മുഫ്തിയുടെ പ്രസ്താവന കഴിഞ്ഞു. ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയതുകൊണ്ട് ഭാരതം എന്ത് നേടിയെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും PDPയുടെ അധ്യക്ഷ ഉയർത്തിയത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഭാരതത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്, അത് നേരത്തെ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഇത്തരത്തിൽ ഭീകരവാദത്തിനെതിരെ ഭാരതം ആയുധമെടുക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ഇരവാദങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. അതേ ഇരവാദം തന്നെയാണ് അവർ ഈ ഒരു അവസരത്തിലും ഈ ഒരു അവസ്ഥയിലും ഉയർത്തുന്നത്. ഒരു തരത്തിലും യുദ്ധം വേണ്ട അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എന്തിനു കിടക്കണമെന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. പക്ഷേ എന്താണ് യുദ്ധത്തിനുള്ള മൂലകാരണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതവർ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ജനങ്ങളോട് വിവരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും അത്തരം അവസ്ഥകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഭാരതം ഇതിനെല്ലാം തന്നെ നേരിടുവാൻ വേണ്ടി, ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഭീഷണികളെ നേരിടുവാൻ വേണ്ടിയും ഭാരതത്തിൻ്റെ ഭരണകൂടം സുസജ്ജമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കാര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി പ്രത്യേക യോഗം ചേർന്നു. നിലവിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകുവാനുള്ള സമയമല്ല കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനെയും അതേപോലെ തന്നെ NSA ആയിട്ടുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിനു പുറമെയാണ് 3 സൈനിക മേധാവിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ മുൻ സൈനിക മേധാവിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ എന്താണ്
എന്നുള്ളത് അവരുടെ അനുഭവ സമ്പത്ത് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ എന്താണ് ഭാരതത്തിൽ നടക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിലയിരുത്തൽ ഭരണകേന്ദ്രത്തിൽ ഉണ്ടാകുന്നു. അതനുസരിച്ച് കൂടിയാണ് ഭാരതത്തിലെ സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചരടുകൾ കൃത്യമായി ഭരണകൂടത്തിൻ്റെ കയ്യിൽ, കൃത്യമായി ഭരണ നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പാകിസ്ഥാനിൽ പലപ്പോഴും സംഭവിച്ചതാൽ ഇപ്പോഴും പാകിസ്ഥാൻ ആരോപണം ചില ഘട്ടങ്ങളിൽ ഉയർത്തിയത് അവരുടെ സൈനിക മേധാവി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളെ, രാഷ്ട്ര താല്പര്യങ്ങളെ ബലിയർപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള പല പ്രസ്താവനകൾ അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും അത്തരം ആരോപണങ്ങൾ ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ. അതെ, അങ്ങനെ തന്നെയാണ്. കൃത്യമായി എല്ലാ മേഖലയിലും ഉള്ളവരോടും പ്രത്യേകിച്ചും സൈനിക സേവന രംഗത്ത് നിന്ന് വിരമിച്ച പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ച് ചേർത്താണ് ഭാരതം കൃത്യമായി സൈനിക മുന്നേറ്റങ്ങളെപ്പറ്റി ആലോചിക്കുന്നത്, കൃത്യമായ പദ്ധതികളോടുകൂടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ കൃത്യമായി ചെറുക്കാൻ ഈ നിമിഷത്തിൽ നമുക്ക് സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ ഭാരതം വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത്. അവരുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമാകുന്നില്ല. അതിനെല്ലാം കൃത്യമായി ചെറുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് തന്നെ നന്ദഗോപൻ എല്ലാ ഘട്ടത്തിലും വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വെറുതെ മറ്റു രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നു, ഒരു കാര്യവുമില്ല, എല്ലാ രാജ്യങ്ങളിലും ടൂർ അടിക്കുകയാണ് എന്നൊക്കെ വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് മനസ്സിലാവുന്നത് ലോകരാജ്യങ്ങളുടെ പിന്തുണ, ഭാരതത്തിന് ലഭിക്കുന്ന ആ ഒരു കരുത്ത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണ, അത് മനസ്സിലാകുന്നത് ഒരു ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണല്ലോ. പ്രത്യേകിച്ചും അമേരിക്ക ഇന്ന് പറഞ്ഞിരിക്കുന്നു IMF ഇത്തരത്തിൽ ഫണ്ട് പാകിസ്ഥാന് വേണ്ടി കൊടുക്കുന്നത് അത് ശരിയായ നടപടിയല്ല. പ്രത്യേകിച്ചും ലോകത്ത് തന്നെ രണ്ടാമത്തെ, അല്ലെങ്കിൽ തീവ്രവാദികളുടെ ശക്തി ഏറ്റവും കൂടുതലുള്ള ലോകത്തെ രണ്ടാമത്തെ രാഷ്ട്രമായ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും നടക്കുന്ന പാകിസ്ഥാനിൽ അങ്ങോട്ടേക്ക് ഇത്രയും ഫണ്ട് പ്രത്യേകിച്ചും ഈ യുദ്ധ സാഹചര്യത്തിൽ നൽകുന്നത് തെറ്റാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വരെ പറഞ്ഞു വെക്കുന്നത് അത് ഭാരതത്തിന് വലിയ കരുത്ത് തന്നെയല്ലേ പകരുന്നത്. കാരണം ഭാരതം പറയുന്ന അതേ ആശയത്തിലാണ് അമേരിക്കയും ഇപ്പോൾ സംസാരിക്കുന്നത്. നന്ദഗോപൻ. വിനോദ്, ആഗോള ഭീകരതയ്ക്കെതിരെ ഭാരതം മുൻനിന്നുകൊണ്ട് പോരാടുന്നത് അത് നേരത്തെ തന്നെ, അല്ലെങ്കിൽ നേരത്തെ മുതൽ തന്നെ ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതായത് ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ഭാരതമാണ് മുന്നോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭീകരതയെ ചെറുക്കണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഉയർത്തുന്നത്. അങ്ങനെ ഭാരതത്തിൻ്റെ ശബ്ദം, ഉറച്ച ശബ്ദം ലോകരാജ്യങ്ങൾക്ക്, ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളിലാകെ മുഴങ്ങുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായും ഇപ്പോൾ ഇത്തരമൊരു ഭീകരവാദികളുടെ അല്ലെങ്കിൽ ഭീകരവാദികൾ അവർ മൂലമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഭാരതത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അത് കൃത്യമായി തന്നെ ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ട അവസ്ഥ കൂടിയാണ്. നയതന്ത്ര വിജയം അത് നേരത്തെ തന്നെ ഭാരതം അത് കൈവരിച്ചതാണ്. ലോകരാഷ്ട്രങ്ങളുമായി കഴിഞ്ഞ 2012 അധികാരം, അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി അധികാരമേറ്റതിൽ പിന്നെ തുടർച്ചയായി തന്നെ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ വിസിറ്റ് ചെയ്തുകൊണ്ട് നയതന്ത്ര ബന്ധം ഭാരതം കാര്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളുടെ അടക്കം ഭാരതത്തിന് പിന്തുണ നൽകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് മുസ്ലിം രാഷ്ട്രങ്ങളടക്കം സാധാരണഗതിയിൽ ഈ ഖത്തറാണ് വലിയ രീതിയിൽ ഭീകരവാദത്തിന് വലിയ ഫണ്ടിങ് മുഴക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ടിങ് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രധാനമായും ഈ ഫണ്ടിങ് നൽകിയ രാജ്യങ്ങൾ പോലും, ഒരു കാലഘട്ടത്തിൽ തീവ്രവാദത്തിന് പണം നൽകിയ രാജ്യങ്ങൾ പോലും പ്രധാനമായും ഇപ്പോൾ ഭാരതത്തിന് പിന്തുണയുമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഖത്തർ അമീർ അടക്കം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് ഭാരതത്തിൽ സംഭവിച്ചത്, അതേപോലെ തന്നെ ഭാരതം നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള, അതിനനുകൂലമായുള്ള പിന്തുണയൊക്കെ തന്നെ ലോകരാജ്യങ്ങൾ നൽകുകയുണ്ടായി. അമേരിക്ക പോലും ഇപ്പോൾ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു. റഷ്യ അടക്കമുള്ള ലോകശക്തികളൊക്കെ തന്നെ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതെ, അമേരിക്ക അടക്കമുള്ള, റഷ്യ അടക്കമുള്ള ലോക ശക്തികളൊക്കെ തന്നെ ഭാരതത്തിനെ പിന്തുണയ്ക്കുന്നു. കാരണം തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതം നടത്തുന്ന പോരാട്ടം തീവ്രവാദത്തിന് എതിരെയുള്ള പോരാട്ടമാണ് എന്ന് അമേരിക്ക അടക്കമുള്ള ലോകത്തെ വമ്പൻ ശക്തികൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഭാരതം ഇപ്പോൾ പാകിസ്ഥാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളിൽ ഭാരതത്തിന് പിന്തുണ ലഭിക്കുന്നതും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.